ആര് ഭരിക്കുമെന്നതിന് ഉത്തരം നാളെ അറിയാം. ആകാംക്ഷയോടെ കേരള ജനത കാത്തിരിക്കുകയാണ്. നാളെയാണ് വോട്ടെണ്ണൽ. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 3 മുന്നണികളും അവിടെ ശുഭപ്രതീക്ഷയിലാണ്. വിജയം ഉറപ്പിച്ച് UDF-ഉം തുടർഭരണം ഉറപ്പിച്ച് LDF-ഉം റിസൾട്ടിനായി തന്നെ കാത്തിരിക്കുകയാണ്. നിരവധി വിവാദങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും വഴിവെച്ച സംഭവബഹുലമായ തിരഞ്ഞെടുപ്പായിരുന്നു കടന്നുപോയത്. ആയതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് ഫലം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകളാണ്. ഏകദേശം 15,000 ഉദ്യോഗസ്ഥർ സജ്ജമായിരിക്കുന്നു. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 85-ന് മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പാക്കുകയാണ് UDF. അവിടെ തുടർഭരണം കിട്ടുമെന്ന് LDF-ഉം കരുതുന്നു. അതേസമയം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും കിട്ടുമെന്നതാണ് NDA അവിടെ അതായത് BJP പ്രതീക്ഷ വയ്ക്കുന്നത്. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടി അധികാരത്തിലെത്തും എന്നതായിരുന്നു UDF-ന്റെ പ്രതീക്ഷ. ഏത് സാഹചര്യത്തിലും 80-ന് മുകളിൽ സീറ്റ് UDF ഉറപ്പിക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകളെല്ലാം തന്നെ പ്രവചിച്ചത് ഭരണമാറ്റം അവിടെ പ്രതിപക്ഷ നിരയെ ആവേശം കൊള്ളിക്കുകയാണ് ചെയ്തതും. അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളുന്ന LDF ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവരെല്ലാവരും ഉള്ളത്. 75 സീറ്റ് വരെ കിട്ടാമെന്നതാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ നിയമവും കഴക്കൂട്ടവും ഉറപ്പിക്കുന്ന BJP ഏതാനും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നുണ്ട്. നേമത്തെ ജയം BJPക്ക് ഏറെ പ്രാധാന്യമാണ്. അതേസമയം വലിയ രീതിയിൽ തുടർ ഭരണം ഉണ്ടാകുമെന്ന് ഇവിടെ LDF ലക്ഷ്യം വയ്ക്കുകയും അധികാരം പിടിച്ചെടുക്കാനുള്ള UDF-ന്റെ പോരാട്ടവും നാളെ വലിയൊരു അഗ്നിപരീക്ഷയാണ് നേരിടാനൊഴുകുന്നത്. പ്രവചനങ്ങൾക്കും കണക്ക് കൂട്ടലുകൾക്കും അപ്പുറം തന്നെ വോട്ടർമാർ ആർക്കൊപ്പം നിന്നുവെന്ന് നാളെ ഉച്ചയോടുകൂടി തന്നെ വ്യക്തമാകും. ഇന്നലെ ചേർന്ന അവസാന മന്ത്രിസഭാ യോഗത്തിൽ സഹപ്രവർത്തകർക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പടിയിറങ്ങിയത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളയുന്ന ഇടത് ക്യാമ്പ് താഴെ തട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 72-നും 75-നും ഇടയിൽ സീറ്റുകൾ നേടി ഭരണം നിലനിർത്തുമെന്നാണ് ഉറപ്പാക്കുന്നത്. ഭരണ തുടർച്ച എന്ന ചരിത്ര നേട്ടമാണ് LDF ലക്ഷ്യമിടുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായത് UDF ക്യാമ്പുകളിൽ വലിയൊരു ഉണർവാണ് അവർക്ക് നൽകിയത്. 85 മുതൽ 90 സീറ്റ് വരെ അവിടെ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ഇവിടെ പ്രതിപക്ഷ നേതാവ് അതായത് ആ ഒരു രീതിയിൽ ഇതിനോടായി തന്നെ ഇവർ ഈ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. ശക്തമായ ഭരണവിരുദ്ധ തരംഗമുണ്ടെങ്കിൽ പോലും സീറ്റ് നില 90 കടക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2 സീറ്റിലും ഉറപ്പിച്ചു പറയുന്ന BJP നേതൃത്വം എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നതിനേക്കാൾ വലിയ മുന്നേറ്റം തങ്ങൾക്കുണ്ടാകുമെന്നും അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം BJPക്ക് 14 സീറ്റ് വരെ നേടാൻ സാധിക്കുമെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ തങ്ങളുടെ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നതാണ് BJPയും കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.